നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള മലയാളി സമൂഹത്തിന്റെ പ്രാർത്ഥനകളും കാത്തിരിപ്പിനും ഒടുവിൽ സഫലമായ സന്തോഷ വാർത്ത പുറത്തു വരുമ്പോൾ സൗദി അറേബ്യയിൽ 2 പതിറ്റാണ്ടുകാലം നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വ്യാഴാഴ്ച രാവിലെ 7:35 അദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വർഷങ്ങൾ നീണ്ട വിരഹത്തിന് വിരാമമിട്ട് ജന്മനാടിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ റഹീം വികാരധീരനായിരുന്നു. തന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള എല്ലാ നല്ലവരായ മനുഷ്യർക്കും അദ്ദേഹം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. വിമാനത്താവളത്തിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ റഹീം വൈകാതെ തന്നെ ഫറൂഖ് കോടമ്പുഴയിലെ സ്വന്തം വീട്ടിലേക്കും എത്തി. റിയാദിലെ ജയിൽ അധികൃതർ തന്നെയാണ് റഹീമിനെ നേരിട്ട് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള യാത്രാ നടപടികൾ പൂർത്തിയാക്കിയത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ മടക്കയാത്ര. റഹീമിന്റെ നിയമ പോരാട്ടത്തിൽ തുടക്കം മുതൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂറും കുടുംബവും ഈ യാത്രയിൽ റഹീമിനെ അനുഗമിച്ചിരുന്നു. റഹീമിന്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതലും കാത്തിരുന്നത് കോടമ്പുഴയിലെ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മ ഫാത്തിമയാണ്. കൺമുന്നിൽ നിന്ന് പറഞ്ഞുപോയ മകനെ മരിക്കുന്നതിന് മുൻപ് ഒരു നോക്കെങ്കിലും കാണണമെന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമാണ് കഴിഞ്ഞ 20 വർഷമായ ആ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. റഹീം വിമാനമിറങ്ങിയ വാർത്ത അറിഞ്ഞതോടെ കോടമ്പുഴയിലെ വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും വലിയൊരു ജനസഞ്ചയമാണ് തടിച്ചുകൂടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു സന്തോഷം റഹീമിനും കുടുംബത്തിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലും സന്തോഷവും അതുപോലെ തന്നെ ആദരവും ലഭിക്കേണ്ടത് ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ തന്നെയാണ്. നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരിന്റെ പല പ്രവർത്തികളോടും പലർക്കും പലതരത്തിലുള്ള വിയോജിപ്പുകളും അനുയോജിപ്പും യോജിപ്പുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നത് അത് മാതൃകാപരം തന്നെയാണ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന ഒരൊറ്റ വ്യക്തിയാണ് മുന്നിട്ടിറങ്ങുകയും കുറഞ്ഞത് 3 ദിവസം കൊണ്ട് ഈ ഇനാം കൊടുക്കേണ്ട ബ്ലഡ് മണി സമാഹരിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ റഹീം പുറത്തേക്ക് വരുന്നു. ഇനിയൊരു ചോദ്യമുണ്ട്, എന്നാണ് ഇനി നിമിഷപ്രിയയും വരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നിമിഷപ്രിയയും സമാനമായ രീതിയിലാണ് അവിടെ ജയിലിൽ കഴിയുന്നത്. എന്തായാലും നിമിഷപ്രിയയ്ക്കും ഇത്തരത്തിലൊരു മോചനം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും 2006 നവംബർ 28 തന്റെ 26-ാം വയസ്സിൽ ഒരു സാധാരണ ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുൾ റഹീം റിയാദിൽ വിമാനമിറങ്ങുന്നത്. കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ മാറ്റാൻ ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് വണ്ടി കയറിയ യുവാവിന്റെ ജീവിതം കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമായിരുന്നു. സൗദിയിലെത്തി കൃത്യം 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. സൗദി സ്വദേശിയായ ഫായിസ് അബ്ദുർ റഹ്മാൻ അൽ ഷഫ്രിയുടെ ഭിന്നശേഷിക്കാരനായ 15 വയസ്സുള്ള മകൻ അനസ് അൽ ഫൈസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. ചലനശേഷിയില്ലാത്ത ഈ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണ്ടായ ഒരു നിർഭാഗ്യകരമായ കൈപ്പിഴയാണ് റഹീമിന്റെ ജീവിതം ഇരുട്ടിലാക്കിയത്. കാറിലെ യാത്രക്കിടയിൽ കുട്ടിക്ക് കൃത്യമായി ശ്വാസം നൽകുന്നതിനായി ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും അത് അഴിഞ്ഞു പോവുകയുമായിരുന്നു ഉണ്ടായത്. നിമിഷങ്ങൾക്കകം തന്നെ ശ്വാസം മുട്ടി കുട്ടി മരണത്തിന് കീഴടങ്ങി. മനഃപൂർവ്വമല്ലാത്ത ഒരു അപകടമായിരുന്നു ഇതെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു കൈപ്പിഴ മാത്രമാണെന്നും റഹീം കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും സൗദി നിയമപ്രകാരം അത് കൊലപാതക കുറ്റമായി മാറുകയായിരുന്നു. തുടർന്ന് 2006 ഡിസംബർ 26 റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിയാദിലെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. പിന്നീട് നീണ്ട 20 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് റഹീം പുറത്തു വന്നത്. 34.35 കോടി രൂപയാണ് റഹീമിന് നൽകേണ്ടി വന്നത്. എന്തായാലും 2 വർഷം മുൻപ് തന്നെ അത് കൊടുക്കാൻ കഴിഞ്ഞു. എന്തായാലും പെട്ടെന്നാണ് റഹീമിന്റെ ഈ ഒരു വരവ് നമ്മൾ കാത്തിരുന്നത് സംഭവിക്കുന്നത്. എന്തായാലും ബോച്ചയ്ക്കും ബിഗ് സല്യൂട്ടാണ് നൽകുന്നത്.